ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 3 CBSE സ്റ്റുഡൻസിൻ്റെ EVS ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഫസ്റ്റ് പാർട്ട് കൂടി കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെയിൻ സോങ് എന്താണ്? ഒരു മഴ പറ്റിയാണ് പറയുന്നത്. Look at the dark clouds in the sky. The rain will come by and by. Oh, how we love to soak in the rain. See raindrops on the window panes. Paper boats we see in puddles. Birds on trees together huddled. Peacock dance with feathers bright. Oh, what a beautiful rainy sight. ഇതൊരു പാട്ടാണ്. അതെന്തെന്നാണ്, ഒരു ഫോക്ക് സോങ് എന്നാണ് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ലുക്ക് അറ്റ് ദ ഡാർക്ക് ക്ലൗഡ്സ് ഇൻ ദ സ്കൈ എന്താ പറയുന്നത്? നോക്കൂ ആ ഡാർക്ക്, കറുത്ത മേഘങ്ങളെ, ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ മേഘങ്ങളെ നോക്കൂ. ഇവിടെയുള്ളതാണ് ആകാശത്തുള്ള, സ്കൈയിലുള്ള. അതെന്ത് ചെയ്യുകയാണ്? ദ റെയിൻ വിൽ കം ആൻഡ് കം ബൈ. അപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞാൽ, റെയിൻ, ഈ മഴയാണെങ്കിൽ വന്നും പോയി നിൽക്കുകയാണ്. എന്ത് ചെയ്യുന്നു? കം ബൈ ആൻഡ് ബൈ. വരുന്നു, പോകുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു. ഓ ഹൗ വി ലവ് ടു സോക്ക് ഇൻ ദ റെയിൻ. നമുക്കിപ്പോൾ എന്ത് ഇഷ്ടമാണ് ഈ മഴയത്ത് കുതിർന്നിരിക്കാൻ. സീ റെയിൻ ഡ്രോപ്സ് ഓൺ വിൻഡോ പെയിൻസ്. എവിടെയാണ്? വിൻഡോയുടെ സൈഡുകളിലും എന്തുണ്ട്? റെയിൻ ഡ്രോപ്സ്. പേപ്പർ ബോട്ട്സ് വി സീ ഇൻ പഡിൽസ്. അവിടെ മീൻ ചെയ്യുന്നത് എന്തുവാന്ന് വെച്ചാൽ, പേപ്പർ ബോട്ട്സ് നമ്മൾ കാണും. ആ പഡിൽസ് എന്ന് പറയുമ്പോൾ ആ ഒരു വെള്ളം, ആ ഡേർട്ടി മഡ്ഡി വാട്ടറില്ലേ, ആ മഡ്ഡി വാട്ടറിൽ ഇങ്ങനെ പേപ്പർ ബോട്ട്സ് പോകുന്നത് കാണൂ എന്നാണ് പറയുന്നത്. ബേർഡ്സ് ഓൺ ട്രീസ് ടുഗെദർ ഹഡിൽഡ്. ബേർഡ്സും ട്രീസും എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? ബേർഡ്സും മരങ്ങളിൽ, ട്രീസിലിരുന്ന് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട്, ക്രൗഡായിട്ട് ഇരിക്കുന്നു എന്നാണ് ഹഡിലിൻ്റെ മീനിങ്. അപ്പോൾ ബേർഡ്സ് ഓൺ ട്രീസ് ടുഗെദർ ഹഡിൽഡ്. പീകോക്ക് ഡാൻസ് വിത്ത് ഫെദേഴ്സ് ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? പീകോക്കിൻ്റെ, അപ്പോൾ തിളങ്ങുന്ന ബ്രൈറ്റ് ഫെദേഴ്സ് ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ തിളങ്ങുന്ന തൂവലുകൾ കൊണ്ട് മയിൽ നൃത്തം ചെയ്യുകയാണ്. മയിൽ നൃത്തം ചെയ്യുന്നു തിളങ്ങുന്ന തൂവലുകൾ കൊണ്ട്. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ റെയിനി സൈറ്റ്. എന്ത് മനോഹരമായ കാഴ്ചയാണിത്. എന്തിനെയാണ് ഈ മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത്? മഴയെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ സെക്ഷനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൂ ആർ ദ മെമ്പേഴ്സ് ഇൻ ബെല്ലാസ് ഫാമിലി. ബെല്ലയുടെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാ? നമ്മൾ വായിച്ചിരുന്നു. ബെല്ലയ്ക്ക് ആരൊക്കെയുണ്ട്? 2 ബ്രദേഴ്സ് ഉണ്ട്. ആരാണ് ആ ബ്രദേഴ്സ്? ബംഗുബയ്യയും ലിറ്റിൽ ബിഷുവും. അപ്പം ബ്രദേഴ്സ് പിന്നെ ആരുണ്ട്? പാരൻസ്. മദറിൻ്റെയും ഫാദറിൻ്റെയും കാര്യം പറഞ്ഞില്ലേ, അവിടെ ഇരുന്ന് അവരെ റിലാക്സ് ചെയ്യുമെന്ന് ഗാർഡനിൽ. പിന്നെ ഗ്രാൻഡ് പാരൻസ് പക്കോദാസ് ഉണ്ടാക്കി കഴിക്കുന്ന കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണുള്ളത്? ഗ്രാൻഡ് പാരൻസും ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഐ ഹാവ് 2 ബ്രദേഴ്സ്. ആരൊക്കെയാ? ബംഗുബയ്യയും ലിറ്റിൽ ബിഷുവും എൻ്റെ ബ്രദേഴ്സിൻ്റെ പേരും. അപ്പോൾ 2 ബ്രദേഴ്സ് എന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ആരൊക്കെയാണുള്ളത്? വെൻ മൈ ഫാദർ ആൻഡ് മദർ ആർ ടയേർഡ് ആഫ്റ്റർ എ ഹാർഡ് ഡേയ്സ് വർക്ക്. അവരെ മദറും ഫാദറും ഭയങ്കര ഹാർഡായിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ, അപ്പോൾ അവിടെ പറയുന്നുണ്ട് അമ്മയും അച്ഛനും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ആരൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സ്. പിന്നെ അതാ ഇവിടെ മൈ മദർ ആൻഡ് ഗ്രാൻഡ് മദർ, ദാദിജി. പിന്നെ ഓൾസോ വാസ് ഇൻക്ലൂഡിങ് അവർ ഗ്രാൻഡ് പാരൻസ്. ഓൾ ഓഫ് us ഇൻക്ലൂഡിങ്. അപ്പോൾ എല്ലാവരെയും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എത്ര പേരുണ്ട്? അവർ ഗ്രാൻഡ് പാരൻസ്, ബ്രദേഴ്സ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡു ആൻഡ് യുവർ ഫാമിലി മെമ്പേഴ്സ് ഡു വെൻ ഇറ്റ്സ് റെയിൻ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും നിങ്ങളും എന്ത് ചെയ്യും മഴ സമയത്ത്? ഹോംവർക്കാണ് ഇത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ് ഹോംവർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാവേ.
Can you think of a rain song and sing with your friends in this class? ഇത് ക്ലാസ് ആക്ടിവിറ്റി ആണേ. നിങ്ങൾക്ക് ഒരു റെയിൻ സോങ് തിങ്ക് ചെയ്ത് പാടാൻ പറ്റുമോ? ക്ലാസ്സിൽ വെച്ച് പാടണം. അതും ഹോംവർക്കാണ്. നിങ്ങളെ ഫ്രണ്ട്സിൻ്റെയോടോ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോടോ ചേർന്ന് ഒരു റെയിൻ സോങ് തിങ്ക് ചെയ്ത് പാടുക. അടുത്തത്, റൈറ്റ് ദ നെയിംസ് ഓഫ് യുവർ ഫാമിലി മെമ്പേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ. ഇതും ഹോംവർക്കാണ്. ഇത് നമുക്കിപ്പോൾ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. അപ്പം നെയിം നമ്മളിപ്പോൾ ഒരു ഇമാജിനറി ഫാദർ മദർ അങ്ങനെ എഴുതുകയാണ്. അപ്പോൾ നെയിം റിലേഷൻഷിപ്പ് വിത്ത് യു കോൾ ദെം അങ്ങനെ എഴുതാം. അപ്പോൾ നെയിം ഇവിടെ ഊർമിള എന്നാണ്. അപ്പോൾ ഊർമിള എന്നുള്ള പേരുള്ള ആരാണ്? നിങ്ങളെ മദേഴ്സ് സിസ്റ്റർ, അമ്മയുടെ സിസ്റ്റർ, ചേച്ചിയോ അനിയത്തിയോ ആണ്. അപ്പം നിങ്ങളെന്താ വിളിക്കുന്നത്? മൗസി. അപ്പോൾ അതുപോലെ നമ്മുടെ അമ്മയുടെ മദേഴ്സ് ബ്രദർ, ഫാദേഴ്സ് സിസ്റ്റർ, അങ്ങനെ കുറേ പേരില്ലേ, അവരെല്ലാം ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. എന്നിട്ട് ഫാദർ, മദർ, ഗ്രാൻഡ് പാരൻസ്, സിസ്റ്റർ, ബ്രദർ അങ്ങനെയുള്ളവരെല്ലാം എഴുതിയിട്ട് ആക്ടിവിറ്റി ചെയ്യണം. അപ്പോൾ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.